പണിയെടുക്കുന്ന നേരത്ത്, കന്നുകൂട്ടുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കന്നുകൂട്ടുന്ന നേരത്ത്, വേലിയടക്കുന്ന നേരത്ത് എന്റെ വല്യപ്പ പറയുന്നത് അല്ലാഹുമ്മ അശ്ഹദ്, ഞാൻ കണ്ടവനാണ്. വേലി പിടിച്ചു കൊടുക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളെ 10,000 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവരൊക്കെ പണി. വേനലായാൽ മരത്തിന്റെ ചോട് മുഴുവനും അടിക്കും. എന്നിട്ട് ആ ഇല മുഴുവനും കൊണ്ടുപോയി തെങ്ങിനിടും, അല്ലെങ്കിൽ പച്ചക്കറി ഇല്ലേ കൊണ്ടിടും. ചിലത് ചാരമാക്കും, ചാരം കൊണ്ടിടും. ആ നേരത്തും അവർ ചെല്ലുന്നുണ്ട് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. പണിയെടുക്കുമ്പോൾ തന്നെ മുണ്ടി, തോട്ടിൽ നിന്ന് മുണ്ടി എന്ത് ചെയ്യും? വെള്ളം നനച്ച് തുടക്കും. നോമ്പ് തുറന്നേലേ കുളിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? കുളിച്ചാൽ അറിയാതെ പോലും ഏതെങ്കിലും ദ്വാരത്തിലൂടെ ഒരു തുള്ളി വെള്ളം അകത്ത് കിടക്കുമോ എന്ന് പേടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മേസന്മാരെ പകൽ കുളിക്കൂല, ഇതാ പണിയെടുത്തിട്ട് വിയർപ്പ് മണക്കും. അപ്പൊ തോട്ടിൽ തന്നെ എന്ത് ചെയ്യും? മുണ്ട് നനക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് തുടക്കും. എന്നാ പിന്നെ ഉള്ളിലേക്ക് വെള്ളം കയറിയ പ്രശ്നമില്ല. റബ്ബിന് ഇഷ്ടമില്ലാത്ത കുട്ടികളെ നമുക്ക് ഒന്നും, കുട്ടികളെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടില്ല. വാപ്പ ദേഷ്യപ്പെടില്ല. പഴയ കാലത്തെ വാപ്പാര് റബ്ബിനെതിരായൊരു കാര്യം കണ്ടാൽ അപ്പൊ പൊട്ടിത്തെറിക്കും. അത് നടക്കൂല. അവനെയും അവന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ ഈ തണ്ട പോറ്റും. ഒരു പേർക്കും അതിനു വേണ്ടി ഈ മനുഷ്യൻ നേരം വെളുത്ത പാടത്തും പണി, തൊടുവിലൊക്കെ പണിക്കാരെ നിർത്തി പണിയെടുപ്പിച്ചും പീടിയ കട നടത്തിയും ഇതൊക്കെ ഈ മകനും മകക്കുണ്ടായ മക്കളെയൊക്കെ ഇയാൾ തന്നെ പോറ്റും. ഒരു വാക്ക് കൊണ്ടൂല. മകനോട് ചെന്ന് പണിക്കോയോന്ന് പോയിക്കോന്ന് വരെ പറയില്ല. ഇയാൾ നടത്തുന്ന പീടികയിൽ ഒരു തിരക്കുള്ള നേരത്തൊന്ന് വന്ന് നിൽക്കുന്ന വരെ പറയും. ചിലപ്പോൾ തള്ള പറയും, എടാ ബാപ്പ അവിടെ പീടിയിൽ കഷ്ടപ്പെടുന്നേരാ, ഒന്നാൽ പോയി 2 സാധനം എടുത്തൊടുക്കാൻ കൂടി കൊടുത്തൂടെ എന്ന് അപ്പോഴും പോവില്ല. എന്നിട്ടും ഒന്നും പറയും. അതേ സമയത്ത് ഓന്റെ ഭാര്യ ഔറത്ത് മറക്കാതെ ഇറങ്ങണ്ടാൽ അതിവിടെ നടക്കൂല. അങ്ങാടിയിൽ നടക്കണം. ചില പെണ്ണുങ്ങളെ കോലത്തിൽ നടക്കണ ഇന്റെ പരി നടക്കൂല. എന്നാണെങ്കിൽ ഇന്നിറക്കിക്കോ, ഇതെന്റെ ലോഡ്ജല്ല. അങ്ങനെ പറയാൻ ബാപ്പാര് പഴയ കാലത്ത് കഴിച്ചില്ലേ? പറയില്ലേ? ഇത്ര ഒരു ആരാണ് വിഷയം? അല്ലാഹ്. നമുക്കുള്ള ഡിഗ്രി ഒന്നും ഓൽക്കില്ല. അവര് അല്ലാഹുവിനെ തെരഞ്ഞെടുത്തവരാണ്. അവരല്ലാഹുവിനെ തെരഞ്ഞെടുത്തവരാണ്. മകൻ പുതിയാപ്പിള ഇറങ്ങുന്ന നേരം മകന്റെ ചങ്ങായിമാർ പടക്കർ പൊട്ടിച്ചു പൊരന്റെ മുന്നിൽ നിന്നിട്ട്. തന്തക്ക് ചൂടിളകി, ചൂരലെടുത്തിട്ട് വന്നു. പാമ്പിനെ തല്ലാൻ വെച്ച ചൂരലും കൊണ്ട് വന്നു. ആരുടെ എന്റെ മുന്നിൽ എന്റെ ഞങ്ങൾ കുതിര വിടുന്നു. പള്ളിക്കലെ മോനിയിൽ അൽഫാത്തിഹാറും നിക്കായിന് പുതിയാപ്പിള വസ്ത്രം മാറ്റിയ ഇതൊക്കെ നിന്റെ ആയുസ് കഴിഞ്ഞ സംഭവം, എന്റെ ആയുസിൽ കഴിഞ്ഞ സംഭവം. പുതിയാപ്പിള ചമഞ്ഞിറങ്ങുന്ന നേരത്ത് പുതിയാപ്പിളന്റെ ചങ്ങായിമാരും റോട്ടിലും മുറ്റത്തിൽ നിൽക്കുന്ന ചങ്ങായിമാരും എന്ത് ചെയ്ത്? പടക്കട പൊട്ടിച്ച്. ഇയാള് നിക്കായിന് പെണ്ണിന്റെ പൊരേക്ക് നിക്കായിന് പോകുന്ന മകനെ ചമയിച്ച് ഇറക്കാൻ വേണ്ടി കസേലിരിക്കുന്ന ഈ മനുഷ്യൻ പിന്നെ അവിടെ ദ്വാക്ക് ആമീൻ എടുക്കലെന്നത് അകത്ത് പോയിട്ട് ചൂരനുണ്ടെന്ന് എന്റെ വിചാരിച്ച് ആരുടെ എന്റെ വീട്ടുമുറ്റത്ത് ഒരു ഹൈറായ ചടങ്ങ് നടക്കുന്ന നേരത്ത് എന്റെ പൊരന്റെ മുറ്റത്ത് ആർക്കട ധൈര്യം വന്ന് പടക്കം പൊട്ടിക്കാൻ? ആരുടെ ഞങ്ങളൊക്കെ ആരോട് പറഞ്ഞു? സ്വന്തം മകന്റെ ഒപ്പം പറമോനെ പറയാനിപ്പ എങ്ങനെയൊക്കെ ആരോ വിലക്കൂട്ടി നിക്കാഹിന് പറഞ്ഞയച്ച് തന്ത കൈ കൊടുക്കാൻ നിന്നില്ല. പൊരുത്തം വാങ്ങാൻ വേണ്ടി മകൻ പൊരുത്തം കൊടുത്തില്ല. ഓടാർ ഒരു ചടങ്ങ് നാശാക്കി. പള്ളിക്കര കാളിയരെ അൽഫാത്തിയ നോക്കാൻ അമ്പലം എന്ത് ചെയ്യണത്? അപ്പൊ ആലിമിനെ നിന്ദിച്ചു, പരിശുദ്ധ ഖുർആൻ നിന്ദിച്ചു, എന്തൊക്കെയാണ്. അങ്ങനെ പോയി തിരിച്ചു വന്ന മകൻ പരിക്കൊന്നില്ല. മകന് പരിക്കാൻ പേര് തള്ളി ഉറപ്പാണ്. ഇയാളിപ്പോ പണിയെടുക്കണില്ല. ഇവൻ പണിയെടുത്തിട്ട് തിന്നണോനും ആണ് ആര്? ബാപ്പ. പക്ഷെ ബാപ്പാക്കേ തിന്നാൻ തരുന്നോൻ ഇവനല്ല, അള്ളാണ് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാണ് 99 തന്താരും പറയാം. തലനേരെ നിർത്ത്. അവിടുന്ന് അങ്ങോട്ട് ചന്തീനും ഒക്കെ കിട്ടിയ ദിക്റും മുണങ്ങിയിട്ട് കളകളകളന്ന് നടക്കാൻ പോന്നാ പോരാ. തല നേരെ നിർത്ത്. തിരിച്ചൊന്ന് പള്ളിയിലിരുന്ന്, പള്ളിയിലെ
ഉസ്താദും കമ്മിറ്റിക്കാരും കൂടി തന്തൻ്റെ അടുത്ത് പോയി തന്തനെ സോപ്പിട്ട് അതൊക്കെ കുട്ടിയാണ് കാട്ടണല്ലേ, നിങ്ങളതിന് ചൂടായല്ലേ, തണുപ്പിച്ചു. എന്നിട്ടോ ആര് വന്നത്? മോന് പുതിയാപ്പിളെ പരീക്കണം വന്നത്, ഇല്ലെങ്കിൽ പരീനാട്ടും. കാരണം ഓർക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു റസാഖ് ബലൊന്നും അല്ല, ആരാണ്? അല്ലാഹു ആണ്. ഇത് ഇന്ന് കല്യാണമുള്ള പുരകളിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ വലിയ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തിപ്പുറത്തൊക്കെ മാറിയിട്ട് കുപ്പി പൊട്ടിക്കും. ചില കുപ്പി പൊട്ടിച്ചിട്ട് കുടിക്കണ ഒച്ച ആര് കേൾക്കും? പറയടാ, സ്വന്തം തന്ത വരെ തള്ളിയും കേൾക്കും. എന്താ ഒരു തമ്മിൽ പറയാ? ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനത്തെ ഈ 10 ആയത്തിൽ കുറിച്ചല്ല 10,000 ആയത്തിൽ കുറിച്ച് ചോദ്യാ എവിടുക്ക് കിടക്കാൻ? എൻ്റെ പുരയിൽ നിന്ന് ഇറങ്ങുന്നിടത്തുള്ള ആറ്റങ്ങരായി ചാടാൻ കഴിയും എനിക്ക്. പിന്നെ എൻ്റെ സിറാത്തുമാരോ എല്ലാവരും ഉറപ്പിച്ച് ഉത്തരക്കുക. ആ ഉസ്താദ് ഇപ്പൊ സിറാത്ത് പാലും അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോ 10 ആയത്തിൽ ചോദ്യം ഉണ്ടാവില്ല. ഇനിയിപ്പോ അതൊക്കെ കുഴപ്പം പോട്ടൻസേ. ഇതൊക്കെ അള്ളാന്റെ അടിമകൾക്കുള്ള സിഫത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് ഏതുപോലെയാണ്? വിമാനം പറപ്പിക്കാനുള്ള കീ പോലെയാണ് ഒരു ദിക്ർ. എയർപോർട്ടിൽ വെച്ച് എനിക്ക് എന്ത് കിട്ടി? വിമാനം പറപ്പിക്കാനുള്ള കീ കിട്ടി. ചെന്ന് പറപ്പിച്ച ഒരു മനസ്സിലായില്ല. വിമാനം പറപ്പിക്കാനുള്ള കീ ആണ് ദിക്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിഫ്താഹുസ് സമാവാതി, ആകാശത്തിന്റെ താക്കോൽ ബിസ്മിയാണ്. നിലവിൽ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് ആദ്യം ആരാകണം? പൈലറ്റ് ആകണം. പൈലറ്റ് ആകാതെ നിനക്ക് വിമാനത്തിന്റെ ചാവി കിട്ടിയാൽ കുറുക്കനെ ആമ കിട്ടിയതുപോലെ അല്ലാതെ എന്താ കാര്യം? കുറുക്കനും ആ പാറ പോലത്തെ ആമനെ ഒന്നെടുത്ത് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും, അവിടെ തട്ടും ഇവിടെ തട്ടും. ആമനെ കൊണ്ട് കുറുക്കനെന്ത് കാര്യം? വല്ല കോഴിയാണെങ്കിൽ തൊള്ളിലാക്ക. ഇത് പാറ പോലെയാണ് ആമ. നിനക്കും എനിക്കും കുറച്ച് ദിക്ർ കിട്ടി. പക്ഷെ നമ്മൾ കുറുക്കനെ ആമ കിട്ടിയ മാതിരി ഇതുകൊണ്ട് നടക്കാനല്ലാതെ എന്ത് കാര്യം? ആദ്യം തല വെടക്കായ തലയൊന്ന് നേരെയാക്ക്. ഏതാ വെടക്ക്? ദുനിയാവിനെ തെരഞ്ഞെടുക്കുക. നീ നാട്ടുകാരെ കല്യാണത്തിന് വിളിച്ചു, മുതലാളി വരുമ്പോ നിനക്ക് വല്ലാത്തൊരു ചെറി. ഇരിക്കും. അപ്പൊ ഒരു സാധു കാര്യം വന്നു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അല്ല, ഒന്നും കിട്ടിയിട്ടും കിട്ടായി അല്ല, എന്നാലും നിന്റെ മനസ്സിൽ എല്ലാവർക്കും മുതലാളിക്ക ഒന്നും ആരെ കയ്യിൽ നിന്നും 10 ദിവസം വാങ്ങാത്ത കല്യാണം, എന്നാലും ബഹുമാനിച്ചതാരെ? മുതലാളിയാണ്. ഒന്നും കിട്ടാനൊന്നല്ല. ഇന്നിപ്പോ എല്ലാവരും കിട്ടിയിട്ടൊന്നല്ലല്ലോ കല്യാണം. എന്നാലും മുതലാളി വരുമ്പോൾ മുതലാളിക്ക് വേറെ നോട്ടാണ്. എനിക്ക് മുതലായി നിങ്ങൾ ഒന്നല്ലോ, അൽഹംദുലില്ലാ. മറ്റൊന്നര രാത്രി മുതൽ നാളെ രാവിലെ വരെ ഇവിടെ അവസാനത്തെ ചവറെടുത്ത് കത്തിച്ചിട്ട് പോകുള്ളൂ. ആര്? ഈ പാവപ്പെട്ടവൻ തിരിഞ്ഞു നോക്കൂല. വേണമെങ്കിൽ 2 വട്ടം ആ ചോറ് കഴിച്ചില്ലേന്നറിയും. 2 ചോറ് അടിച്ചത്. മറ്റവനോട് പറയാം നിങ്ങളൊന്ന് വന്നുപോയാൽ മതി. മനസ്സിലായില്ലേ? ഇത് 10,000 ആയത്തെ കുറിച്ച് ചോദിക്കുന്ന എന്താ കാര്യം? നിങ്ങൾ സാധാരണ വേദനയൊക്കെ അങ്ങോട്ട് വരുന്നത് തലപടക്കാതെ തല നേരെ നിർത്തണം. ഒന്നുമല്ലട്ടാ, ഞാൻ 998 മുതൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. 998 മുതൽ എത്ര കൊല്ലായി? 24, 3, 27 കൊല്ലായി. 27 കൊല്ലായി. അങ്ങനെ വിപുലായി വന്നിട്ടുണ്ട്. 27 കൊല്ലായി. 27 കൊല്ലം കൊണ്ട് ഞാൻ ഖുർആനെ പഠിച്ചതാണ്. നീ ആരാളായാൽ നിനക്ക് ഏതാളായാൽ പോലും, നീ ആരായാലും നിനക്ക് അള്ളാന്റെ അടിമകൾ ഒരുപോലെയാണ്. ഈ ക്ലാസ്സിലിരുന്ന് ഞങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത മുസ്ലിമിന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആവശ്യമുള്ള ആ മുസ്ലിമിന് കൊടുക്കുന്നതിനാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകുക. നിങ്ങൾ പെരുന്നാൾക്ക് ഒരു കുപ്പായം എനിക്ക് വാങ്ങിത്തന്നു. എനിക്ക് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഒരാൾ വാങ്ങിത്തന്ന കുപ്പായപ്പോൾ ഇട്ടിട്ടില്ല. അതേസമയത്ത് എൻ്റെ തൊട്ടടുത്ത ഒരാൾ, ഒരു വേലായുധന്, ഒരു വേലായുധന്, അയാൾക്ക്
അയാളെ നിങ്ങൾക്ക് 3-4 കൊല്ലമായിട്ട് കാണുമ്പോഴൊക്കെ ഒരു വസ്ത്രം. കാരണം ഈ കുടുംബം പൊറ്റിയിട്ടും അയാൾക്ക് പുതിയൊരു വസ്ത്രം എടുക്കാൻ മാത്രം ഇല്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടോ അല്ലേ? പറയുണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? ആ മനുഷ്യന് വസ്ത്രം വാങ്ങിക്കൊടുക്കലല്ലേ ഈ നോമ്പിന്റെ പൂർത്തീകരണം? അള്ളാന്റെ അടിമകളല്ലേ, ഒക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ. ആരായാലെന്ത്? മനസ്സിലായില്ലേ? ആരായാലെന്ത്? ആവശ്യമില്ലാത്ത മുസ്ലിമിനേക്കാൾ ആവശ്യമുള്ള ആ മുസ്ലിമിന് കൊടുക്കുമ്പോഴാണ് അള്ളാഹ്ക്ക് പൊരുത്തം. എന്തുകൊണ്ട്? അവൻ മുഹ്താജാൻ, അവൻ മുസ്ലിമാണ്. അങ്ങനെ തന്നെയല്ലേ? അല്ലേ പറയാ? അങ്ങനെ തന്നെയല്ലേ? പിന്നെന്തേ? മുതലാളിയെ കണ്ടപ്പോ നിനക്കൊരു പ്രത്യേക ചിരിയാണ്. മുതലാളി സലാം പറയുമ്പോ അതിന്റെ ഹെൽക്കിന്നൊക്കെ എടുത്തിട്ട് നല്ല അയിനൊക്കെ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം. കൂലിപ്പണിക്ക് പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ 4 ദിവസം പണിയില്ലാതെ നടക്കണം. അസ്സലാമു അലൈക്കും എന്നാണ് ഇത് മൂലമായിരുന്നു. അവൻ പള്ളിക്ക് കയറിയപ്പോൾ നോക്കിയാൽ സലാം പറഞ്ഞു മടക്കും ചെയ്തു. കേൾക്കണമെന്ന് നിർബന്ധം. എന്നിട്ട് 20 അല്ലെങ്കിൽ 40 ആവിഷ്കരിച്ചു. ഇവരിൽ എന്നെ തന്നെ അങ്ങനെ തന്നെ എടുത്തിട്ടാണ് കൊണ്ടുപോയി സ്വർഗത്തിൽ. ഈ ജാതി പൊട്ടത്തരത്തിൽ വഞ്ചിതരാകണ്ട. ഇൻ്റെത് വേറെ വകുപ്പാണെങ്കിൽ സൗകര്യം കേട്ടാൽ മതി. ഇൻ്റെത് വേറെ വകുപ്പാണ്. നിങ്ങൾ സൗകര്യം കേട്ടാൽ മതി. സാധുക്കളോട് സ്നേഹം വരാൻ ദ്വാ ചെയ്യാൻ വേണ്ടി എത്ര ഹദീസ് ഉണ്ട്. മുതലാളിയോട് സ്നേഹം വരാൻ വേണ്ടി ദ്വാരക്കാൻ ഒരു ഹദീസ് ഉണ്ടോ ചങ്ങായി? മനസ്സിലായില്ലേ? വഹുബ്ബൽ മസാക്കീൻ ദുആ അല്ലേ? മുത്ത റസൂലുള്ളാഹിന്റെ ദുആ മനസ്സിലായി? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. പിന്നെ ഹുബ്ബൽ മസാക്കീൻ ഉള്ള ദുആ അല്ലേ? അല്ലാഹുവേ മിസ്കീന്മാരോടുള്ള ദുആ, സ്നേഹം എപ്പോഴും നീ എനിക്ക് തരണേ. മുതലാളിനോടുള്ള സ്നേഹം തരണേ. എടാ ലക്ഷക്കണക്കിന് ഹദീസിൽ ഒരു ഹദീസിൽ കൊണ്ടുവന്ന പണി റഹ്മത്തുള്ളാഹി നിർത്തും. അള്ളാഹിനോട് ദ്വാരക്ക പഠിച്ചോനെ മുതലാളിമാരോട് സ്നേഹം കൂടണേ. അങ്ങനത്തെ ദുനിയാവിൽ നിന്ന് കാണിച്ചെന്ന അന്ന് ഈ പണി റഹ്മത്തുള്ളാഹി നിർത്തും. 5 വഖത്തിൽ മുമ്പിൽ നിങ്ങൾ ദ്വാ ചെയ്യേണ്ട ദ്വായാണ് എന്ത്? മിസ്കിമാരോട് എനിക്ക് സ്നേഹം ഉണ്ടാവണേ. അതിന് ജാമി മീ 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 എന്നറിയ പറയും. അതേസമയത്ത് മിസ്കിൻ സലാം പറഞ്ഞാൽ മര്യാദക്ക് സലാം വരാൻ കൂടെ. മുതലാളി പറഞ്ഞാലോ വഅലൈക്കും സലാം എന്നെ ഒന്നേ അൽഹംദുലില്ലാഹ് ഈ നോമ്പെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കാണണം ഞാൻ വിചാരിച്ചു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇന്നലെ മക്കത്ത് ഉംറ പോയി ഇന്നലെ വന്നതാണ്. ഓ ഓ അല്ലാഹ് നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. മക്കത്ത് പോയി റമളാൻ മാസത്തിൽ ഉംറ ചെയ്താൽ ഹജ്ജത്തിൻ മഅ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പോലെ മുത്തിന് പേരുണ്ട്. ഓ നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. ഓ മറ്റവനോ തിരിഞ്ഞ് പറഞ്ഞു ഇങ്ങനെ നടന്നോ? ഓനെന്ത് നടക്കണം? ഒരു കുട്ടിയൊക്കെ അരിയും സമ്മാനം വാങ്ങിയ 6 മാസം മുമ്പ് വാങ്ങിയ സാധനത്തിന് കടക്കാരെ മാറി നടക്കാം. 10 കൂറ നെറ്റിമിരിക്കണ അത്ര നിസ്കാരത്തെ ഉണ്ടാക്കിയാൽ ഇവിടെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നല്ലാതെ ജിബിരിലിനെ പേടിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. ഇവർക്കൊക്കെ ഇതെല്ലാം ചിന്തിക്കണം. നിങ്ങൾ ഈ വെറുതെ പല ആളുകളും ഈ നമ്മളെ വഞ്ചിക്കുന്നതിൽ നിങ്ങളെ പെട്ടുപോകണ്ട. നമ്മളൊന്നും കൊണ്ടിട്ടില്ലെങ്കിലും സ്വർഗത്ത് കിടക്കും. നിങ്ങളെ തല നേരെയാകണം. ഫർദ് മാത്രം നിസ്കരിച്ചു, ഫർദ് മുമ്പ് നോറ്റു, ഫർദ് മുമ്പ് വിൽക്കൂലാന്ന്, സുന്നത്തായിരുന്നു മുമ്പ് ഞാൻ വിൽക്കൂലാന്ന് പറഞ്ഞ സ്വാഭികളല്ലേ? അതെന്തേ? അവർക്ക് റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഇതായിട്ടുള്ളവരാണ്. നിനക്കൊല്ലാ സർട്ടിഫിക്കറ്റ് എന്ത്? ഞാൻ ഫർദ് മുമ്പ് വിൽക്കും, നിസ്കാരം ഫർദ് നിസ്കരിക്കും, ഫർദ് മുമ്പ് വിൽക്കും. അതൊക്കെ തന്നെ ഉള്ളൂ. ലാസീദോലാങ്കുസു ഞാൻ കൂട്ടൂല, ഓർക്കൂല. ഞാൻ പോവുകയാണ് നബി, എനിക്ക് പണി ഇഷ്ടം പോലെ പണിയാണ്. പാടത്തും ഞാൻ പോവുക. എനിക്ക് ഈത്തപ്പനത്തോട്ടം ആദ്യം മുന്തിരി മറ്റു പല പണിയാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ ഈത്തപ്പന നിങ്ങളും ഞാനിവിടെ വന്ന് ഉത്തരനോട് തിന്നാൻ കഴിയുമോ? നിങ്ങളിപ്പോൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഇക്കാലം വരെ വലിയ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പണിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ വരുന്നത്. നിങ്ങൾ നേരം നോക്കുമ്പോൾ പൂളൊക്കെ കളക്കണേ നിങ്ങൾ ക്ലാസ്സിന് വരും. അപ്പം നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമുള്ളത് നാട്ടിൽ? പൂളൊക്കെ കളച്ചോണ്ടാ പൂള ഉണ്ടാക്കിയില്ലേ? അത് 4 മനുഷ്യൻ തിന്നൂടെ? 400 എറുമ്പിന് തിന്നൂടെ? നിങ്ങൾ ഈ കാലം വരെ എന്ത് പണിയെടുത്ത്? ഞാനെന്ത് പണിയെടുത്ത്? അതെ, ആർക്കും തിന്നാൻ സത്യം പറയും. നിങ്ങൾ പറയും നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അതേസമയത്ത് ഈ ക്ലാസ്സിന് വരാത്തൊരു മഹാണ്ട്, ഓൻ ക്ലാസ്സിനൊന്നും പോണില്ല, ഓൻ സുബഹിസ്കരിക്കും.
പാഞ്ഞൊരു പാടത്തൊരു പണിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വാഴക്കുണ്ടാവും. വാഴ തിന്നാൽ വാഴ പഴം ഉണ്ടാവും. അത് 10,000-കണക്കായ ആളുകൾക്ക് തിന്നാൻ കിട്ടും. അപ്പോൾ അവരൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒക്കെ എൻ്റെ ലിസ്റ്റിക്ക് വരും. വെറും അൽഹംദുലില്ലാഹ് അല്ല, നല്ല ഒറിജിനൽ അൽഹംദുലില്ലാഹ്. ഓൻ പൂള ഉണ്ടാക്കും. പൂള 10,000-കണക്കിന് ആളുകൾ തിന്നും. ഓൻ വിയർത്തി കുഴങ്ങും. ഓൻ വൈകുന്നേരം നേരം വെളുക്കുന്നത് വരെ പാടത്തെ പണിയാണ്. 10-60 വയസ്സായിട്ടുണ്ട് ഈ കാക്കാക്ക്. നേരം വെളുക്കുന്നവരെ കാലിങ്ങനെ ഇളക്കി കിടക്കും. എന്തേ? കാലുവേദന ഉണ്ടാവും. പെണ്ണുങ്ങളോട് കാലു എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഓൾക്കും ഈ താത്താക്കും വൈകുന്നേരം വരെ പണിയാണ്. അത്രയും പണിയാണ്. പെണ്ണുങ്ങളാണ് കാലുഞ്ഞു കൊടുക്കേണ്ടത്. അവർക്കും സുഖമില്ല. നേരം വെളുത്താൽ പിന്നെയും കൈക്കോട്ടുകൊണ്ട് വണ്ടി സുബഹി നിസ്കരിക്കും, ളുഹർ നിസ്കരിക്കും, അസ്റും മഗ്‌രിബും നിസ്കരിക്കും. ഒരു ഫിത്നക്കുമില്ല. ഒരു UDF LDF വോട്ട് ചെയ്യണം, അന്ന് വോട്ട് പോയി ചെയ്ത് പിന്നെയും കൈക്കോട്ടുകൊണ്ട് വായും. ഒരു ചിന്താബാധനുമില്ല, ഒരു പന്തംകൊളുത്തി പ്രകടനത്തിനുമില്ല, ഒരു മുന്നിലെ മാപ്പിള പറവും പോലെ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യത്തിനുമില്ല, ഒന്നിനുമില്ല. മനസ്സിലായില്ലേ? ഓനൊരു ദിക്റും നേരമില്ല. ഒരാശ്രം നിസ്കരിച്ച് 10 മിനിറ്റ് ഇരിക്കണ്ടേ? അതിന് നേരമില്ല. അവൻ പായാണ്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, സ്ഥലേ എനിക്ക് ആശ്രമിസ്കാരം നടക്കും, ഇരിക്കൽ നടക്കൂല, എനിക്ക് പണിയുണ്ട്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ആ ഷർട്ട് നിനക്ക് ബാധകമല്ല. എന്തുകൊണ്ട്? നിനക്കൊണ്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഇരിക്കാൻ നേരെ അല്ലെങ്കിൽ നേരെ ഇരിക്കണ്ടേ? 10 ആയത്തെ കുറിച്ച് ചോദിക്കണം. എൻ്റെ സമൂഹം ആ സമയം സമൂഹ നന്മക്ക് വേണ്ടി ചിലവാക്കാണ്. ഇജൻ്റെ പണിയെടുക്കേണ്ട ആയത്തെ കുറിച്ച് ചോദിക്കോ? ഇരിക്കണ്ട. എനിക്ക് ഇരിക്കൽ നടക്കൂല ഉസ്താദേ, നടക്കാത്തോണ്ടാണ്. എന്നോട് അങ്ങനെ സമ്മതം തരാങ്ങാണെങ്കിൽ ഞാൻ ചെല്ലുള്ളൂ, എനിക്ക് കഴിയൂല. മനസ്സിലായോ? ഓനെ കൊണ്ട് സമൂഹത്തിൽ പ്രൊഡക്റ്റ് ഉണ്ട്. മനസ്സിലായോ? ചിന്തിക്ക്. നിങ്ങൾക്കിപ്പം നിങ്ങൾ പണി എന്താ? ഇത് കഴിഞ്ഞ് ഞങ്ങൾ എടുക്കൂ, പള്ളിക്കൂ, നിസ്കരിക്കും, പിന്നെ കുറച്ച് നേരം പള്ളിക്ക് കുറഞ്ഞു. ചില പള്ളിക്ക് തന്നെ മുക്കരിക്കും കൂടിയും പണി ഉണ്ടാക്കിയ കുളത്തിൽ ഇങ്ങനെ തൊള്ളിയിൽ നിന്ന് വന്നോ കുറച്ചൊക്കെ പള്ളിക്കത്തെ പട്ടിലാക്കിയിട്ട് കിടന്നുറങ്ങും. 4 ദിവസം പള്ളിക്ക് കിടന്നാൽ 5-5 ദിവസം ആ മുക്രിക്ക പടം വരെ കേൾക്കേണ്ടി വരും. കാരണം വേറെ നാറിയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയൂല. ആ ജാതി കേലയാണ് എൻ്റെ തൊള്ളിൽ കൂടെ വരുന്നത്. ആ ജാതി കാഷ്ടാണല്ലോ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. കണ്ട് മന്തിയും കുഴിമന്തിയും കബർ മന്തിയും മുഴുവനും ഒലിക്കോലോ ഉറങ്ങിയാല്. പിന്നെയോ പിന്നെ ജാസ്കരിക്കും, അങ്ങാടി പോവും, 2 വത്തക്കാങ്ങും, കുറച്ച് പൈനാപ്പിൾ മറ്റൊക്കെ അതങ്ങനെ ഉണ്ടല്ലോ. മക്കനോടത്ത് ഗൾഫിന്ന് പൈസയൊക്കെ ഉണ്ടല്ലോ, വാങ്ങി അതുകൊണ്ട് മുറിച്ച് ആകെപ്പം ചെയ്ത എന്താ? ഈ എന്നൊക്കെ എടുത്ത പണി എന്താ? ഒരു 4 കിലോന്റെ ഭക്തൊക്കെ ഏറ്റി. അത് ഏറ്റില്ല, അത് മോട്ടോർ സൈക്കിൾ ഏറ്റണം. പൈസ കമ്മിയൊന്നുമില്ലല്ലോ. പരിലെത്തിയിട്ട് പിന്നെ മെഷീൻ കിട്ടിയില്ല അത് കട്ട് ചെയ്യാൻ. മെഷീൻ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ മെഷീൻ ഇട്ടിരിക്കുക. അത് ഒരു 12 കഷ്ണാക്കി അത് തിന്ന് പള്ള നിറച്ച് പിന്നെ ഈ ആ നിറഞ്ഞ നിറവിൽ കോട്ടുവായും ഇട്ടുകൊണ്ട് വന്ന് തറാവീഹ് നിസ്കരിക്കാൻ. അതിൻ്റെ കോട്ടുവായ കൊണ്ട് മുന്നിലെ ഇമാമിന് 10 ആളേ ഉള്ളൂ. പക്ഷെ എന്ത് വേണമെന്നറിയോ? 20 ആളെ കോട്ടുവായാണ്. അതുകൊണ്ട് 10 ആളാണെങ്കിലും മൈക്കൊക്കേണ്ടി വരും. ആചാര്യ ഒരാൾ ഓ എന്നറിയുമ്പോ വേറെ ആൾ ഓ എന്ന് പിന്നെയും പറയാം. അവൻ നമ്മൾ മോശക്കാരാണ്. അത് നമ്മൾ എന്ത് സമ്മതിക്കുക? നമ്മൾ ആരാ? മോശക്കാരാണ്. ഒരു പണിയെടുക്കുന്നവന്റെ പാടത്ത് പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പ് അവന് വേണ്ടി ചെയ്യുമെന്ന്. ഒരു ചുമടെടുക്കുന്ന നേരത്ത് അവന്റെ വിയർപ്പ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന് നമുക്ക് അങ്ങനത്തെ ഇസ്തിഗ്ഫാറുണ്ടോ? ഈ വിയർപ്പ് ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ചെയ്ത ഇസ്തിഗ്ഫാർ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലും വിയർപ്പ് ചെയ്ത ഇസ്തിഗ്ഫാർ അള്ളാഹു തആല സ്വീകരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കും. അല്ലാഹുവേ, ഞാൻ ആരുടെ പുറത്തു നിന്നാണോ പൊട്ടിയത് ആ ആൾക്ക് പുറത്തു കൊടുക്കണേ. അയാൾ മക്കളെ ഹലാലായി പോറ്റാനാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് ആര് പറയും? നിന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയ വിയർപ്പ് തുള്ളി പറയും. ആ വിയർപ്പ് തുള്ളി നിനക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. അല്ലാഹു റഹ്മത്തിന്റെ വാതിൽ നമുക്ക് തുറന്നേറ്റേ. അതൊന്നും നമുക്കില്ലല്ലോ. എന്തിക്ക്? ഇതൊന്നും ചെയ്യാത്തവൻ ചിലപ്പോൾ സിറാത്ത് പോലെ നടക്കും. എൻ്റെ ഒരു ബാത്തിലില്ല, വലിയ ജീവിതമല്ല, ചെറിയ ജീവിതം, ഉപകാരമേ ഉള്ളൂ. 3 മണി കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലാണ്, പാടത്തൊക്കെ കൊയ്തു. സ്വന്തം പാടല്ല, പഴയ കാലത്തും വേറെ ആളോട് പോയി പറയും, ആ പാടത്തിൽ ലേശം
വേനൽക്കാലത്ത് പച്ചക്കറി ഉണ്ടാക്കണ്ട കേട്ടോ, ഉണ്ടാക്കിക്കോ. എന്തേ അങ്ങനെ ഉണ്ടാക്കിയെന്നില്ല പഴയ കാലത്ത്? എന്തോരും വെണ്ടക്ക, കുറച്ച് വെള്ളരി, കുമ്പളകം, മറ്റത് മത്തന് എല്ലാം ഉണ്ടാക്കി. അത് വൈകുന്നേരം ആകുമ്പോൾ 3 മണിക്ക് ഇറങ്ങും. ചിലപ്പോൾ പാടത്തിൻ്റെ സൈഡിൽ തന്നെ മുണ്ടിരിച്ചാണ് സംസ്കരിക്കും. മനസ്സിലായില്ലേ? എത്രയും അങ്ങനെ നമ്മൾ കാണാം. പാട സൈഡുകളിലൊക്കെ തട്ടിയാന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഓർമ്മ ഉണ്ടതൊക്കെ. അതായത് കാലുമ്മ പൊന്തിക്കും, പനൻ്റെ പാത്തിടും, നിസ്കരിക്കും. ഇൻ്റെ വലിയപ്പൊക്കെ ഉണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കയ്യിൽ നിസ്കരിക്കും. നിസ്കരിക്കാനായിട്ട് അവിടെ നിസ്കരിക്കും. അപ്പുറത്തെ പാടക്കാരും വരും, ഇപ്പുറത്തെ പാടക്കാരും. ചിലപ്പോൾ ജമാഅത്തുണ്ടോ, പിന്നെ അവർക്ക് മഗ്‌രിബേ ജമാഅത്ത് കിട്ടുള്ളൂ. ളുഹുർ അസ്റും ഇതുപോലെ നിസ്കരിക്കാം. ചിലപ്പോൾ പണിക്കാരനും മുസ്ലിം ആയിരിക്കും, മറ്റൊരു മുസ്ലിം, രണ്ടാളും കൂടി തോട്ടിലിറങ്ങി ഉളു കൊടുത്താണ് നിസ്കരിക്കും. കഞ്ഞി കൊടുക്കും, പിന്നെ ഇറങ്ങും. അസർ നിസ്കരിക്കും, അവിടുന്ന് പിന്നെ ഇറങ്ങും. പിന്നെ വെള്ളം മുക്കും. പിന്നെ വൈകുന്നേരം ഒരു സഞ്ചി കൊണ്ടുവന്നു, അല്ലെങ്കിൽ കുട്ടികളോ പെണ്ണുങ്ങളോ ഒരു സഞ്ചി കൊണ്ടുവരും. അപ്പോൾ ഇത് കുറച്ച് വെണ്ടൊക്കെ കിട്ടി, അവിടെ കിട്ടി ഒക്കെ അങ്ങനെ അവർക്ക് ചെറിയൊരു കത്തി കൊണ്ടുവന്ന് അതൊക്കെ അങ്ങനെ അറുത്തെടുത്ത് പിന്നെ പെണ്ണുങ്ങളും കുട്ടികളും രണ്ടാളും ഒരു 6 മണിയോട് കൂടെ തിരിച്ചു പോകാം. ജമാഅത്തിന് മഗ്‌രിബിനൊക്കെ പള്ളിയൊക്കെ എത്തണം. ആ പോണ പോക്കിൽ ഈ പരിയിൽ 2 വെണ്ട കൊടുത്ത്, അവിടെ ഒരു കുമ്പളം കൊടുത്ത്, അവിടെ ഒരു ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഹലാലായ ഭക്ഷണം. അപ്പോൾ അവരൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് എന്താണോടോ ഇനി സിറാത്ത് പാലം കിടക്കാൻ വേണ്ടത്? അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ വല്ലതുണ്ടോ? ഒരു പണിയുണ്ടോ? മനസ്സിലായില്ലേ? പണിയെടുക്കുന്ന നേരത്ത്, കന്നുകൂട്ടുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കന്നുകൂട്ടുന്ന നേരത്ത്, വേലിയടക്കുന്ന നേരത്ത് എൻ്റെ വല്യപ്പ പറയുന്നത് അല്ലാഹുമ്മ അശ്ഹദ്, ഞാൻ കണ്ടവനാണ്. വേലി പിടിച്ചു കൊടുക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളെ 10,000 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മേലെ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവരൊക്കെ പണി. വേനലായാൽ മരത്തിന്റെ ചോട് മുഴുവനും അടിക്കും. എന്നിട്ടാ ഇല മുഴുവനും കൊണ്ടുപോയി തെങ്ങിനിടും, അല്ലെങ്കിൽ പച്ചക്കറി ഇല്ലേ കൊണ്ടുപോയിടും. ചിലത് ചാരമാക്കും, ചാരം കൊണ്ടുപോയിടും. ആ നേരത്തും അവർ ചെല്ലുന്നുണ്ട്, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. പണിയെടുക്കുമ്പോൾ തന്നെ തോട്ടിൽ നിന്ന് മുണ്ട് എന്ത് ചെയ്യും? വെള്ളം നനച്ച് തുടക്കും. നോമ്പ് തുറന്നേലേ കുളിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? കുളിച്ചാൽ അറിയാതെ പോലും ഏതെങ്കിലും ദ്വാരത്തിലൂടെ ഒരു തുള്ളി വെള്ളം അകത്ത് കിടക്കുമോ എന്ന് പേടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് വയസ്സന്മാരെ പകല് കുളിക്കൂല, ഇതാ പണിയെടുത്തിട്ട് വിയർപ്പ് മണക്കും. അപ്പൊ തോട്ടിൽ തന്നെ എന്ത് ചെയ്യും? മുണ്ട് നനക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് തുടക്കും. എന്നാ പിന്നെ ഉള്ളിലേക്ക് വെള്ളം കയറിയ പ്രശ്നമില്ല. നമുക്ക് നോമ്പ് വെച്ചുകൊണ്ട് 10 വട്ടം ഈ സുഖത്തിന്റെ ആരാമത്തിൽ നിന്നുകൊണ്ട് നോമ്പ് വെച്ചിട്ട് 10 വട്ടം കുളിക്കണേ പേടിയില്ല, മടിയില്ല. എന്തുകൊണ്ട്? നമ്മളൊരു കൂലിപ്പണി എടുക്കാണ്, ഒരു അള്ളാന്റെ ആളുകളാണ്. അപ്പൊ നീട്ടുന്നില്ല, ചിന്തിക്കണം. ഞാനൊരു വിശദീകരണം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫായ നബി പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ സതുപദേശകന്മാരായ 2 ആളുകളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പുണ്യ റസൂൽ പറഞ്ഞു. അതാണ് നമുക്ക് 2-3 ദിവസത്തെ വിഷയം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് പറയാം, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, തറക്തു ഫീക്കും വാഇലൈനി, 2 സതുപദേശകന്മാരെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ 2 ആളുണ്ടായാൽ നിങ്ങൾക്ക് മതിയാവും. എങ്ങനെ? തറക്തു ഫീക്കും, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, വാഇലൈനി, 2 സതുപദേശകന്മാരെ. ഒന്ന് നാത്തിക്കുന്നു, ഒന്ന് മിണ്ടുന്ന സതുപദേശകനും, വസ്വാമിത്തുന്നു, ഒന്ന് മിണ്ടാത്ത സതുപദേശകനുമാണ്. ആ 2 ആളെ നിങ്ങൾ അവലംബിച്ചോളി, നിങ്ങൾ രക്ഷപ്പെടും. എന്ത് ഇന്നത്തെ വിഷയത്തിന്റെ പേരെന്താ? 2 സതുപദേശകന്മാർ. ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ഒരു 2-3 ദിവസം, ചിലപ്പോൾ ഒരു ദിവസം കൂടും അല്ലെങ്കിൽ കുറയും. 2-3 ദിവസം ഇതൊന്ന് പഠിക്കുക, തലനേരിയാക്കാൻ. ദിക്ർ പറഞ്ഞല്ലോ, തലനേരിയാക്കണ്ടേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 സതുപദേശകന്മാരെ
തറക്തു ഫീക്കും വഅളൈനി. എല്ലാവരും ഇക്ര എഴുതിയെടുക്കാൻ മാത്രം ക്ലാസ് കേട്ടാ പോരട്ടാ, ഇതും കേട്ടാളി. ഇന്ന് ഇക്രൊന്നും ഇല്ലായിരുന്നു. ഞാൻ നാളത്തെ ക്ലാസ്സിന് പോകണ്ട, ഇക്ര കിട്ടണം, എഴുതിയേക്കാം. ചിലത് എഴുതിയതിനേക്കാൾ ഉസ്താദിനോട് ഫോട്ടോ സ്റ്റാറ്റുണ്ടോ? അതിന് ദിക്റിനോട് എത്രയോ ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ സ്റ്റാറ്റ്. പിന്നെ ഞാൻ പല ആളുകളെ ആട്ടിയതോട് കാലം വരെ പിന്നെ പഠിത്താലത്തൊന്നും ഫോട്ടോ സ്റ്റാറ്റ് വയ്ക്കില്ല. എഴുതിയെടുക്കാനോ വിളിക്കുന്നത് എഴുതിയെടുക്കാനോ അതിനൊന്നും കൈ ഇങ്ങനെ ഇളക്കാനും കഴിയൂല. നിങ്ങളിപ്പോൾ പറഞ്ഞില്ല ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ട് ഉസ്താദ്. ആദ്യകാലത്തുണ്ടായിരുന്നു കുറച്ച് ആളുകൾ. ഇന്ന് ഉസ്താദ് പറഞ്ഞ എല്ലാ ദിക്റും ഞങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്നതാണ്. ഫോട്ടോ സ്റ്റാറ്റ് അതിനൊന്നും നേരല്ല. രണ്ട് സതുപദേശകന്മാരെ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് മിണ്ടുന്ന സതുപദേശകനും വസ്വാമിത്തുൻ, രണ്ട് മിണ്ടാത്ത സതുപദേശകനുമാണ്. ഈ ഹദീസ് എല്ലാവരും എഴുതി വെക്കണം, വീട്ടിൽ പോയി എഴുതി വെക്കണം. കൈനാളുകളൊക്കെ എഴുതി ഈ ഹദീസ് മറക്കരുത്, അതെന്ന് ഓർക്കണം. ഈ ഹദീസിനെ വിശദീകരിക്കാണ് ഇമാം ഗസാലി റളിയല്ലാഹു ഗസാലി ഇമാമിന്റെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞാനില്ല. റിസാലത്തുൽ വഅളിയ എന്ന കിതാബുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലിക്ക്. അവരുടെ റിസാലത്തുൽ വഅളിയ എന്ന കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇമാം ഗസാലി തങ്ങളുടെ റളിയല്ലാഹു സദുപദേശം മനസ്സിലായില്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ റിസാലത്തുൽ വഅളിയ എന്ന കിതാബിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂൽ പറഞ്ഞു, തറക്തു ഫീക്കും വഅളൈനി, രണ്ട് വഅളന്മാരെ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരു വയലിൽ നിങ്ങൾ പോണ്ട, ആ രണ്ട് വയലന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നിനാത്തിക്കും മിണ്ടുന്നതാണ്, ഒസ്വാമിത്തുൻ മിണ്ടാത്തതാണ്. ഒരു മിണ്ടുന്ന വയലനും ഒരു ഉറക്കെ പറയും രണ്ടോട്ടം പറയും. ഞാൻ നിങ്ങളിൽ രണ്ട് വയലന്മാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. റസൂൽ പറയാ, ഒന്ന് മിണ്ടുന്ന വയലനും ഒന്ന് മിണ്ടാത്ത വയലനുമാണ്. അതാണ് നമ്മൾ 2-3-4 ദിവസത്തെ, ചിലപ്പോൾ ദിവസം 4 ചിലപ്പോൾ 3 ഏതായാലും അതൊന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു തരും. ഈ കിതാബാണ് അവലംബിക്കുന്നത്. ഈ 3 ദിവസത്തെ വിഷയത്തിൻ്റെ അവലംബം ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയുടെ റളിയല്ലാഹു അൻഹു റിസാലത്തുൽ വഅളിയ. അവർ 5-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ അങ്ങനത്തെ ഒരാൾ ഭൂമിയിലില്ല. ഈ ഒന്നുകൂടി ഞാൻ കൂട്ടി പറയാം, ഇമാം ഗസാലി റളിയല്ലാഹുവിനെ പോലെ 1000 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരാൾ ഭൂമിയിലില്ല. അതാണ് ഇമാം ഗസാലി. പലവട്ടം ഞാൻ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അവരെ പോലത്തെ ഒരു ആൺകുട്ടി ലോകത്ത് പിന്നെ വന്നിട്ടില്ല. അത്രയും വലിയ ആൺകുട്ടിയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലി തങ്ങളുടെ വിഷയത്തിൽ അവരുടെ കിതാബിനെ കുറിച്ച് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ ഇറങ്ങാത്തൊരു കൊല്ലല്ല. ഈ 2023 പുസ്തകം ഇറങ്ങിയതും കേംബ്രിഡ്ജിൽ പ്രഭാഷണം നടന്നതും എനിക്കറിയാം. ഗസാലി ഇമാമിനെ പറ്റി ഇക്കഴിഞ്ഞ കൊല്ലം വരെ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ വലിയ വലിയ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. കാരണം 1000 കൊല്ലത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു തത്വചിന്തകൻ മുസ്ലിം ലോകത്തില്ല. അതാണ് ഇമാം ഗസാലി. അവരുടെ കിതാബാണ് റിസാലത്തുൽ വഅളിയ. ആ കിതാബാണ് ഈ 3-4 ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ അവലംബം. മനസ്സിലാവണില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ അവലംബിച്ച് വേറെ ചില പ്രഭാഷണങ്ങൾ നടത്തണമെന്നും എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. തറക്തു ഫീക്കും വഅളൈനി, രണ്ട് വഅളന്മാരെ ഞാൻ ഉപേക്ഷിച്ചാണ് പോകുന്നത് എന്ന് ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് അവലംബിച്ചിട്ടാണ് ഈ കിതാബ്. അപ്പോൾ 100 ദിവസം പറയാൻ മാത്രം ഉണ്ടാവും. പക്ഷെ മറ്റു പലതുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കിരുന്ന 3-4 ദിവസം. ഈ ഹദീസിനെ അവലംബിച്ച് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഇമാം ഗസാലി തങ്ങൾ. അതിന്റെ പേരാണ് റിസാലത്തുൽ വഅളിയ. ഈ കിതാബിൽ ഹബീബ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടാണ് കിതാബ് തുടങ്ങുന്നത്. തറക്തു ഫീക്കും വഅളൈനി, രണ്ട് വഅളന്മാരെ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. നാതിഖുൻ, ഒന്ന് വായ തുറക്കുന്ന വഅളനാണ്. വസ്വാമിത്തുൻ, ഒന്ന് വായ തുറക്കാത്ത വഅളനുമാണ്. ഏതാ രണ്ട് വഅള്? ഒന്ന് അൽ വഅലു നാതിഖു അൽ ഖുർആൻ, വൽ വഅലു സ്വാമിത്തു അൽ മൗത്ത്. രണ്ട് സാധനം ബോധമുണ്ടായാൽ മതി, പേക്കൂല. തല നേരെ നിൽക്കാൻ ഒന്ന് എന്തിനവലംബിക്കുക? ഖുർആൻ. രണ്ട്, ഓരോ സെക്കൻഡിലും ഞാൻ അടുത്ത മിനിറ്റിൽ മരിക്കുമെന്ന് ഓർക്കുക. ഒരിക്കലും പേക്കൂല. പള്ളി കമ്മിറ്റിക്ക് എങ്ങനെ കയറുന്നു? അടുത്ത മിനിറ്റിൽ മരിക്കാൻ പോകല്ലേ? ഓനെ കയറ്റിക്കൊള്ളി, ഇന്ത്യ കാര്യം ഉറപ്പില്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? തന്നെ ഒന്നും രാവിലെ കുട്ടികൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു.
ഉണ്ടെങ്കിൽ നമുക്ക് നാളെ നോക്കും കുട്ടികളെ. അല്ലെങ്കിൽ അപ്പോൾ അള്ളാഹ് റിസ്ക് വേറെ ആളെ കൊണ്ട് തരും. നമ്മൾ ബേജാറാണ്ട. ഇന്നത്തെ എങ്ങനെയാണ് മനസ്സിലായിട്ട് പറയും. ഒക്കെ എന്തും എന്തും എന്തും. രണ്ട് വാഴന്മാരെ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. നാത്തിക്കുൻ, ഒന്ന് സംസാരിക്കുന്നവൻ, വായ തുറക്കുന്ന വായള്. സ്വാമിത്വം, രണ്ടാമത്തത് വായ തുറക്കാത്ത വായള്. ഇത് രണ്ടിനെ അവലംബിച്ചാളി. ഖുർആനിലെ ഓരോ അക്ഷരത്തിനൊരു വായുണ്ട്. അത് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ സംസാരിക്കും. നമ്മളെ നാവിലൂടെ ഖുർആനാണ് സംസാരിക്കണത് അല്ലേ? പറയും ഖുർആനാണല്ലോ സംസാരിക്കണത്, നമ്മളല്ലല്ലോ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതിപ്പോ ഒരു മിണ്ടുന്ന ഖുർആനാണ്. നമ്മളെ നാവിലൂടെ ഖുർആൻ സംസാരിച്ചു. അങ്ങനെ തന്നെയല്ലേ? പറ കുട്ടി, നമ്മളെ നാവിലൂടെ. അപ്പോൾ മിണ്ടുന്ന വായു ഖുർആനാണ്. അതിനാണ് അവലംബിച്ചാളി. അതിന്റെ ഒരു സാരാംശമാണ് ഇപ്പൊ ഇത് തുടങ്ങിയത്. ഏത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. അതിന്റെ തുടക്കം ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇന്ന ഹാദാ, ഇതന്നെയാണ് എല്ലാ കിതാബിലുള്ളത്. ദുനിയാവിനെ തെരഞ്ഞെടുക്കേണ്ട കേട്ടോ. ദുനിയാവ് ഒപ്പണ്ടായിക്കോട്ടെ, തെരഞ്ഞെടുത്ത് തൈല ചവിട്ടിനാണ് താഹറാണ്. ഒപ്പണ്ടായിക്കോട്ടെ. ومحب الدنيا قائل أين الطريق أين الخلاص كمسكر شرب الطلاء. ഇത് പറഞ്ഞ ആലിമിനെ പോലെ ഈ വേറെ ആലിമ ആരാ? ഇത് മഖ്ദൂമുൽ മഅബരിയ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. മഖ്ദൂം തങ്ങളുടെ കിതാബാണ്. എന്ത്? അത് കിയാ ومحب الدنيا قائل أين الطريق. ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നവൻ ഒരു ദിവസം പറയും, ഇനി വഴി എവിടെ? അവന്റെ വഴി അടഞ്ഞു. അയിനൽ ഖലാസ്, രക്ഷ എവിടെ? ഒന്ന് സ്കിച്ചാൽ വേണ്ട, നോമ്പോറ്റാൽ വേണ്ട. ആരെ തെരഞ്ഞെടുത്താൽ? ദുനിയാ പറയേ. ഒന്ന് സ്കിച്ചാൽ വേണ്ട, നോമ്പോറ്റാൽ വേണ്ട. ദുനിയാവിനെ തെരഞ്ഞെടുത്താൽ എന്ത് പറയേണ്ടി വരും? കള്ള് കുടിച്ച് മത്തി പിടിച്ചവനെ പോലെയല്ലാതെ അവൻ ദുനിയാവ് വിട്ടു പോവുകയില്ല. ആര്? ദുനിയാവിനെ തെരഞ്ഞെടുത്തോൻ. ദുനിയാവിനെ തെരഞ്ഞെടുത്തോൻ. ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞു, വെള്ളിയാഴ്ച മരിച്ചു ഒരു നാടൻ മനുഷ്യൻ്റെ നാട്ടിൽ. ഈ റമളാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച. ഒരാൾ അത്ഭുതം പറയാ, ഒരു അങ്ങനെ ഒരു പറയപ്പെടാവുന്ന ആളുമല്ല, ഒരു തനി നാടൻ. വെള്ളിയാഴ്ച മറവ് ചെയ്തു, വെള്ളിയാഴ്ച മരിച്ചു. എങ്ങനെയുണ്ട്? നമ്മൾ കുതിക്കുക. എല്ലാ കമ്മിറ്റിയിലും പ്രസിഡന്റും സെക്രട്ടറിയും നടത്തിപ്പുകാരും മേളന്മാരും ഒക്കെ ഞമ്മക്ക് നടക്കണില്ല. അയാൾ എന്തിലുമില്ല, ഒന്നിലുമില്ല. അയാളൊരു പച്ചപ്പാവ മനുഷ്യൻ. ഇങ്ങനെ നാട്ടുകൂടി ഉരുണ്ട് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യൻ റമളാനിലെ ഇക്കൊല്ലത്തെ റമളാനിൽ ഒരാൾ എന്നോട് പറഞ്ഞതാ, ഇക്കൊല്ലം പറഞ്ഞു, റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. വെള്ളിയാഴ്ച മറവ് ചെയ്തു. എങ്ങനെയുണ്ട്? 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 ബാക്കി എത്ര? അയാൾ പറയാണ്, ഞാൻ അന്തം വിട്ടുപോയി. ഒരു കാര്യത്തില്ലാത്തൊരു മനുഷ്യൻ. അയാൾക്ക് ആ ഭാഗ്യം കിട്ടിയപ്പോൾ അന്തം വിട്ടുപോയി. പള്ളിക്ക് നിസ്കരിച്ച് ആൾ തികയണില്ല. അഭയത്തിസ്കാരാണ്, കഴിയണില്ല. ഒരു തനി നാടൻ, പച്ച നാടൻ മനുഷ്യൻ, ഒരു കൂലിപ്പണി എടുക്കണ നാടൻ. ഇതാണ് നാടൻ. ഓൻ ആ നാട്ടിലേക്ക് ചെയ്ത സേവനത്തിന് കൈ കണക്കുണ്ടാവില്ല. ഓൻ്റെ വെള്ളരിക്കും വാഴയ്ക്കും വെണ്ടയ്ക്കും ജനങ്ങൾ തിന്നീന് കണക്കുണ്ടാവില്ല. നീ പൈസ കൊടുത്ത് വാങ്ങി തിന്നെങ്കിൽ ഇപ്പം ഉണ്ടാക്കണ്ടേ? ഓനത് ഓന നടക്കാതെ അള്ളാഹിൻ്റെ ചിന്ത അല്ലാതെ ഒരു പണി എടുത്തിട്ടുണ്ടാവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയുണ്ട്? നമുക്കെല്ലാം ഉണ്ട്, ദുനിയാവേ ഉള്ളൂ. ഒക്കെ ഉണ്ടെങ്കിലും ദുനിയാവേ ഉള്ളൂ. നമ്മളൊരു സാധുവും ഒരു മുതലാളി കല്യാണത്തിന് വിളിച്ചാൽ തീറ്റ എവിടുന്ന് ഉണ്ടാകുക? കവർ കൊടുക്കാൻ മറ്റോടുന്ന് പോകും, തീറ്റ മറ്റോടുന്ന് പോകും. എന്ത്? അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ. തീറ്റ എവിടുന്ന് ഉണ്ടാകുക? തീറ്റ നമ്മൾ ആദ്യം സാധുവിനോടെ കല്യാണത്തിന് വെച്ചാണ്ട് പോയാണ്ട് എന്ത് പറയും? കിന്നിയ കല്യാണങ്ങളുണ്ട്, ഇഞ്ചി ഗ്ലാസ് വെള്ളം തന്നത്, കവറും കൊടുത്ത്. അപ്പോൾ നല്ലോനായി പാവം, ഓനാ കവർ കിട്ടിയാലും മതി. മറ്റൊൻ്റെ അടുത്ത് ചെന്ന് കവറൊന്നും കൊടുക്കണ്ട. പിന്നെ അവിടെ വൈകുന്നേരം വരെ നിന്ന് അവസാനം ചിപ്സും കട്ട ചായയും കൂടി കുടിച്ച് ഇരിച്ചാണ് പോയത്. മറ്റൊരാൾ പോയി കവർ കൊടുത്തു വന്നു. കല്യാണം പടയാണ്. എന്നിട്ട് വേർക്കാണ് എന്ത് ബുബൽ മസാക്കീൻ, ഈ മിസ്കിൻ തമ്മിൽ എന്ത് ബന്ധം? അതൊന്നും അള്ളാൻ്റെ അടിമകൾ ചെയ്യൂല. അള്ളാൻ്റെ അടിമക്ക് ഒക്കെ കണക്കായിരിക്കും. ഓൻ അള്ളാൻ്റെ അടിമയാണ്. നിങ്ങളെല്ലാവരും വഴി മുടക്കിയാലും എനിക്കെന്താ? എൻ്റെ വഴി അള്ള തുറന്നാൽ പറഞ്ഞിരുന്നു.
പറയും മനുഷ്യന്മാർ, നിങ്ങൾക്ക് ഇന്നെ പൂട്ടാൻ കഴിയുമോ? എനിക്ക് നിങ്ങളെ പൂട്ടാൻ കഴിയുമോ? ഞാൻ വിചാരിച്ച എനിക്ക് നിങ്ങളെ പൂട്ടാൻ കഴിയുമോ? എന്ത് പൂട്ടുന്നു? ഞാൻ പൂടാന്നല്ലാതെ നിങ്ങളെല്ലാവരും വിചാരിച്ച എന്നെ പൂട്ടാൻ കഴിയും. മുഖദ്ദിറാര അല്ലാ, എന്തേ ഓനെ നമുക്ക് പൂട്ടണം, ഓനെ പൂട്ടണം. ഓനും വലിയ ആളാന്നാ ഓൻ്റെ വിചാരം. ഇന്നത്തെ തറാവി കഴിഞ്ഞിട്ട് പള്ളിൻ്റെ തിണ്ടത്തിരുന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. 100 കൊല്ലത്തെ തറാവി ആയി മാത്തിലേക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. നമ്മൾ നമ്മളെ അവസ്ഥ മനസ്സിലാക്കണം. നമ്മളെ നിസ്സാരത്തെ നമ്മൾ ബോധ്യപ്പെടണം. അപ്പൊ 2 കാര്യത്തെ മറക്കരുത്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞത് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആയത്തുകൾ പറയും, ചില ഹദീസുകളും പറയും. അത് മതിയാവും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതന്നെ ഇവിടെ 232 ക്ലാസ് പറഞ്ഞു. ഇനി അടുത്ത ആഴ്ച 233 അന്നെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങണം. ദുന്യാവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങൽ നടക്കില്ല. ദുന്യാവ് ഒഴിവാക്കിയിട്ട് മടങ്ങണം. ദുന്യാവ് ഉണ്ടായിക്കോട്ടെ, ഈസാറ് വേണ്ട. ഈസാർ എന്നാൽ തെരഞ്ഞെടുപ്പ് വേണ്ട. തെരഞ്ഞെടുപ്പ് ആര് മാത്രം? ദുന്യാവിനെ തെരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ. അതോടെ ഒഴിവാക്കുക. ഇന്നത്തെ നന്നാവും. നന്നാകാൻ അള്ള പറഞ്ഞ എന്താ പറയേ? നന്നാകാൻ അള്ള പറഞ്ഞത് നിങ്ങൾ 1000 സുബ്ഹാനല്ലാഹ് എല്ലിക്കൊള്ളിന്ന പറയും. മനുഷ്യന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും ചെവിയിൽ കേൾപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹു ഇതാ നമുക്ക് തന്നിരിക്കുന്ന ഒരു കലാമ്. ആ കലാമിൽ നിങ്ങൾക്ക് നന്നാകാൻ അള്ള എന്താ പറഞ്ഞത്? നിങ്ങൾ 1000 തസ്ബീഹ് ഇല്ലാണോ എന്തേ പറഞ്ഞത്? നിങ്ങൾ ഒന്നും ഒഴിവാക്കിക്കളി. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. അത് ഒഴിവാക്കിയിട്ട് എന്തെടുക്കുക? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. മതി, രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അള്ളാന്റെ ആളുകളൊക്കെ എടുക്കേണ്ടി വരും. പാവപ്പെട്ട മനുഷ്യന്മാര്, സ്വാലിഹ്യങ്ങൾ, സാധുക്കൾ, അവരെപ്പോഴും നമ്മൾ കൊണ്ട് നടക്കേണ്ടി വരും. കൂടെ കൊണ്ടു നടക്കണം. ചിലപ്പോൾ ഒരു മുസ്ലിമാവും, ചിലപ്പോൾ അമുസ്ലിമാവും. ആ നാട്ടിലെ സാധുവായ ഒരു അമുസ്ലിമിൻ്റെ അടുത്ത് ആഴ്ചയിൽ ഒരു വട്ടം ഇരിച്ച് പോകും. എന്നാൽ കഴിഞ്ഞൊരു സ്വതക്ക് കൊടുക്കും. ഓനെന്തോ ഓനില്ല, ഓനാണ് തെങ്ങ് എറിയണോനാണ്. ഇപ്പോൾ തെങ്ങുമെന്ന് വീണു പെയ്യ, ഓൻ്റെ കുട്ടികൾക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ആഴ്ചയിൽ എവിടെ പോയി ഒരു ജുമാക്ക് പോകുമ്പോൾ അവിടെ പോയി ഒരു സ്വതക്ക് കൊടുത്ത് പോകും. എന്തേ? ആ നാട്ടിൽ കൊയങ്ങനോനാണ്. ഓൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന റബ്ബ് റഹ്മാനാണ്. വഴിപ്പെട്ടവനും കൊടുക്കും. അതാണോ എൻ്റെ കയ്യിൽ തന്നത്? ഞാൻ വീട്ടിൽ പോയി ഈ ജുമാക്ക് പോവാണ്. ഈ ജുമാക്ക് നിൽക്കുന്നു ചൊല്ലി ഇറങ്ങിയതാണ്. ആദ്യം എന്ത് ചെയ്യുക? അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി ഹലാലായ പൈസ അവിടെ മാധവന്റെ പുഴയെ കൊണ്ട്, മാധവൻ നമ്മൾ തെങ്ങേറിയനോനാണ്. ഇപ്പൊ വെയ്യ, പാവാണോന്. അവൻ്റെ കുട്ടികളുണ്ട്, ഇപ്പൊ ഒന്നും അറിയില്ല. അവൻ്റെ ഭാര്യയ്ക്ക് പുറത്തു പോയി ഒരു പണിയെടുത്ത് പഠിച്ചിട്ടില്ല. അവനെ അതിനാ പെണ്ണിനെ ഇറക്കിയിട്ടുമില്ല. ഇപ്പൊ അവർ കഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. അപ്പൊ എൻ്റെ ഒരു ജുമാക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാധവന്റെ പേരിൽ പോകും. ആ അകത്തൊന്നും കയറി ഓൻ്റെ അടിയിൽ ആളാകണ്ട, ഓൻ്റെ പാണ്ണുങ്ങളെ കുട്ടികളുടെ അടിയിൽ ആളാകാൻ നിൽക്കണ്ട. ആ കുട്ടികളെ ആരെയോ വിളിച്ചു, അച്ഛനെ കൊടുത്താളാ. അല്ലെങ്കിൽ മാധവനോട് അല്ല, ഞാൻ പൈസ കൊടുത്തായിട്ട് കുട്ടീൻ്റെ കയ്യിൽ ഈ 1000 രൂപ കൊടുത്തയച്ചു. ഒരാഴ്ചക്ക് ചില്ലാനം വാങ്ങാനായിട്ട് മതിയോ? നിനക്കെമ്പാട് വരുമാനം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ തോതിന്. അപ്പൊ എന്ത് ചെയ്തു? പാവപ്പെട്ട മിസ്കിമാരെ പരിഗണിച്ചു. അപ്പൊ അള്ളാഹു തന്നെ പരിഗണിക്കും. ഒരു ഉറുമ്പയെ പരിഗണിച്ച റബ്ബ് എന്നെ പരിഗണിക്കും. മനസ്സിലായില്ലേ? ഒരു നായയെ പരിഗണിച്ചാൽ റബ്ബ് തന്നെ പരിഗണിക്കും. ഒരു നായയെ പരിഗണിച്ചാൽ മാലിക് ഇമാമ് നായനെ എന്ത് ചെയ്യും? മാലിക് ഇമാമ് നായ എന്ത് ചെയ്യും? മുറിയായ നായയെ കെട്ടിക്കൊടുക്കും, മരുന്ന് ചെട്ടി കൊടുക്കും. ആര്? മാലിക് ഇമാമ് റളിയല്ലാഹു അൻഹു. പൂച്ചക്കുട്ടി കടന്നിറങ്ങിയ കാരണത്താൽ സ്വന്തം കുപ്പായത്തിൻ്റെ ഈ ഏരിയ കത്തിരി കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്തു. ആര്? അബു ഹനീഫ റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു? അബു ഹനീഫ റളിയല്ലാഹുവിൻ്റെ കുപ്പായ കൈ നീണ്ടേന്. അതിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവും കൂടെ. ഒരു പൂച്ചക്കുട്ടി കയറിയിട്ട് എന്ത് ചെയ്ത്? അബു ഹനീഫ റളിയല്ലാഹുവിൻ്റെ ഈ കുപ്പായത്തിൻ്റെ എണീക്കാൻ നോക്കുമ്പോൾ കുപ്പായത്തിൽ കൈ ഒച്ച ഉറങ്ങുക. അതിൽ പൂച്ചക്കുട്ടി എണീച്ചില്ല, നിസ്കരിക്കാൻ എണീച്ചില്ല. അപ്പോൾ ഒരാളെ കിട്ടി, ഒരു കത്തിരി എന്തെങ്കിലും കൊണ്ടുവന്നു. ഇവിടെ വെട്ടാൻ പറഞ്ഞു. ഇവിടെ വെട്ടി മെല്ലെ കയ്യിൻ്റെ എടുത്തു. പൂച്ചക്കുട്ടിക്ക് പുതപ്പാക്കി കൊടുത്തു. എന്തിനെ? കുപ്പായ കയ്യ്. അപ്പോൾ നിസ്കരിച്ചു. അതാ അബു ഹനീഫ. അവരെ അള്ള നേരെയാക്കി. കാരണം ഒരു പൂച്ചക്കുട്ടി വരെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിനെ പരിഗണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. ഇതല്ലേ നമ്മളെ ഇമാമിയങ്ങൾ. ആ ഇമാമിയങ്ങളെ പിന്തുടർന്ന് വന്നാൽ നമുക്ക് എന്ത് പ്രശ്നം? മനുഷ്യന്മാരെ, ഒന്നും നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടല്ലേ പത്രം നോക്കി പേടിക്കുന്നത്. നിനക്കെന്ത് പേടിയാണ്? റബ്ബിയും നമുക്കെന്ത് പേടിയാണ്? ഓരോ ദിവസം പത്രം വായിച്ച് പേടിക്കല്ലേ നമ്മൾക്ക് പണി? അതൊക്കെ അവസാനിപ്പിക്കുക. ആരെ ബലമേൽപ്പിക്കുക? അല്ലാഹ് എടുക്കണ പണിയെടുക്കുക. ജാതി മത ഭേദമന്യേ സാധുക്കളായ മനുഷ്യന്മാരെ പരിഗണിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ബാധ്യത. അതൊക്കെ മുസ്ലിമിൻ്റെ ബാധ്യത. മുസ്ലിം എടുക്കേണ്ട പണിയെടുത്താൽ അള്ളാഹ് എടുക്കേണ്ട പണി അള്ളാഹ് എടുക്കും.
മനസ്സിലായില്ല? അള്ളാഹു എടുക്കേണ്ട പണി അള്ളാഹു എടുക്കും. ഞാൻ എടുക്കേണ്ട പണി ഞാൻ എടുത്താൽ അള്ളാഹു എടുക്കേണ്ട പണി ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ എടുക്കേണ്ട പണി എടുത്താൽ അള്ളാഹു എടുക്കേണ്ട പണിയും എടുക്കുകയും ചെയ്യും. വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപ്പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ അള്ളാഹ് നിങ്ങൾ സഹായിക്കണം. അള്ളാഹ് സഹായിക്കലാണ്. ദുനിയാവിലെ എല്ലാത്തിനും സഹായിക്കലാണ്. ഒരു പൂച്ചക്കുട്ടിനെ സഹായിക്കലാണ്, ഒരു നായയെ സഹായിക്കലാണ്, ഒരു അമുസ്ലിമിനെ സഹായിക്കലാണ്, ഒരു മുസ്ലിമിനെ സഹായിക്കലാണ്, ആരെയും സഹായിക്കലാണ്. നന്മയ്ക്കാണ് നന്മ ചെയ്തോ, തിന്മയിലിച്ച് കൂടണ്ട. എന്നാൽ അള്ളാഹു എടുക്കേണ്ട പണി അള്ളാഹു എടുക്കുകയും ചെയ്യും. വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു തല ഉറപ്പിച്ചു നിർത്തുന്ന. എന്നാൽ എൻ്റെ അർത്ഥം എന്താ? മകനും ബാപ്പിയും പുഴ കിടക്കുമ്പോൾ ഒലിവ് വന്നു, മകൻ പൊങ്ങി. എന്തുകൊണ്ട്? കാലുറച്ചില്ല. അപ്പൊ ബാപ്പ പിടിച്ചു, ബാപ്പ പൊങ്ങിയില്ല. എന്തുകൊണ്ട്? ബാപ്പാന്റെ കാല് ഉറച്ചതാണ്. അങ്ങനെ അർത്ഥം. പക്ഷെ ഏത് ഒലിവ് വന്നാലും നിങ്ങൾ പൊങ്ങിയിട്ട് ആരെങ്കിലും മടി പോയി വീഴേണ്ടി വരില്ല. നിങ്ങളെ കാല് അള്ളാഹു തല ഉറപ്പിച്ചാൽ നിർത്തി തരും. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ അള്ളാഹു രക്ഷിച്ചോളൂ. ഏത് ഒലിവ് വന്നാലും കാറ്റും കോളും വന്നാലും നിങ്ങളുടെ അടി പുഴക്കാൻ ഒന്നിനും കഴിയില്ല. എന്തു വന്നാലും കഴിയില്ല. കാരണം നിങ്ങളെ ആരും ഉറപ്പിക്കും? അല്ലാഹ് പറഞ്ഞു നിർത്തും. അതുകൊണ്ട് ബാക്കി നാളെ ക്ലാസ് ഈ ഹദീസ് മറക്കണ്ട. തറക്തു ഫീക്കും ഇത് കിതാബിന് ഇമാം ഗസാലിയുടെ റളിയല്ലാഹു അൻഹു റിസാലത്തുൽ ഉഅലിയയിൽ നിന്നാണ് ഈ കിതാബ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഇമാം ഗസാലി പറയാണ് റളിയല്ലാഹു അൻഹു, ഹബീബ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, തറക്തു ഫീക്കും വഅലൈനി, നിങ്ങൾ ഞാൻ രണ്ട് വഅലന്മാരെ ഉപേക്ഷിച്ചിട്ടുണ്ട്. നാതിഖുൻ വസ്വാമിതുൻ, ഒന്ന് മിണ്ടുന്നതാണ്, ഒന്ന് മിണ്ടാത്തതാണ്. അന്നാതിഖു, നേരെ വിശദീകരണം ഗസാലി ഇമാം പറയാ. ഇതാണ് ഹദീസ്, ഞാൻ വിശദീകരണമാണ്. അന്നാതിഖു അൽ ഖുർആൻ, അൽ സ്വാമിതു അൽ മൗത്ത്. ബാക്കി നാളെ പറയാം. الفاتحة. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഖുർആനെ സഹായിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച് നന്നാകണം. എങ്ങനെ ക്ലിയർ ചെയ്യണം. അങ്ങനെ ഉണ്ടല്ലോ ചില ബിൽഡിങ്ങുകൾ പൊളിക്കാതെ ബിൽഡിങ്ങിനെ റിപ്പയർ ചെയ്യും എന്നതുപോലത്തെ പണിയാണ്. ദിക്റൊക്കെ ചെല്ലിയും കൊണ്ട് തല റിപ്പയർ ചെയ്യുക. ദിക്ർ നിർത്തണ്ട, ചെയ്യേണ്ട ദിക്റൊക്കെ ചെയ്യുക, എന്നിട്ട് തല റിപ്പയർ ചെയ്യുക. അങ്ങാടിയിൽ ബിൽഡിങ് പൊളിച്ചാൽ പിന്നെ 3 മീറ്റർ വിടണം. അപ്പോൾ അതിന് ചിലവല്ല. അപ്പോൾ അങ്ങാടിയിൽ പീടി ഉണ്ടാക്കൽ എങ്ങനെ? അങ്ങാടിയിൽ എങ്ങനെ പീടി ഉണ്ടാക്കുക? അല്ലേ, ഒരു തൂണൊന്ന് ക്ലിയറാക്കും, പിന്നെ മറ്റേത് 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് പുതിയ ബിൽഡിങ്ങായി, ആരും അറിഞ്ഞില്ല. എന്നതുപോലെ അങ്ങാടിയിലെ ബിൽഡിങ്ങിന് പണിയെ നടക്കുള്ളൂ. നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ദിക്റൊന്നും ഒഴിവാക്കേണ്ട, ആയത്തുൽ കുർസിയൊക്കെ ഓടിക്കോളി. പക്ഷെ തല നന്നാക്കണം. തല ഈ 3-4 ക്ലാസ് കൊണ്ടും പിന്നെ ബാക്കി അള്ളാഹ് പ്രഭാഷണത്തിൽ പങ്കെടുത്താൽ മതി. തല നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ തല നന്നാകാൻ വേണ്ടിയും പിന്നെ എൻ്റെ കൂടെ കൂടുന്നവരെ തല നന്നാകാൻ വേണ്ടിയും ആ കൂലിൻ്റെ പാക്കുമാക്കം കിട്ടാൻ വേണ്ടിയും അതൊക്കെ എൻ്റെ നിയ്യത്ത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ തല എല്ലാം ദാറുൽ ഖുർആനെ സഹായിക്കണം. ദിക്റൊക്കെ ആയത്തുൽ കുർസിയിൽ ഇതുവരെ ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ സമ്മാനം, ഇതുവരെ ഉള്ള ചോദിച്ച ഈ നിമിഷം വരെയുള്ള ചോദിച്ച എല്ലാ ആളുകൾക്കും സമ്മതം നൽകിയിരിക്കുന്നു. ഇനിയും ചോദിക്കാവുന്നതാണ്. അതൊക്കെ എല്ലാവരും നിലനിർത്തണം. തല നമുക്ക് നന്നാവും. അല്ലാഹു നന്നാക്കി തരട്ടെ. നന്നാവും പേടിക്കണ്ട. തല നന്നാവും. നന്നാവൂല വിചാരിക്കണ്ട, നന്നാവും ഇൻഷാ അല്ലാഹ്.
ഈ ഞാനും നിങ്ങളും കൂടിയിരുന്ന് നമ്മൾ തല നന്നാക്കിയോ, എൻ്റെ തലയും മടക്കാണ്, നന്നായി കിട്ടണം, അള്ളാഹു നന്നാക്കി തരട്ടെ. നന്നാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദിക്റൊന്നും മുടക്കണ്ട, അമലൊന്നും മുടക്കണ്ട, അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ തല നന്നാക്കുകയും വൃത്തിയാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ 10,000 രൂപയാണ് ഒരു കുട്ടിയെ ഭാഗികമായി ഏറ്റെടുക്കാൻ. ഇത്രയും ആളുകൾ വേണം. കാരണം ഒരു കുട്ടിയെ 5 ആളെ ഏറ്റെടുത്താലും സ്ഥാപനത്തിന് വീണ്ടും പൈസ കൂട്ടേണ്ടി വരും. 50,000 രൂപയും പോരാ ഒരു കുട്ടിക്കുള്ള ചിലവ്. അപ്പോൾ എത്രയും ആളുകൾ വേണം, കഴിയുന്നത്ര ആളുകൾ ഇതിൽ പങ്കെടുക്കണം. ഒരു കുട്ടി എല്ലാവരുടെയും ആശ്വാസത്തിന് വേണ്ടി കുട്ടികൾക്കുള്ള ചിലവ് സംഖ്യയായി ഭാഗികമായി ഒരു വർഷത്തിൻ്റെ ഭാഗികമായി 10,000 രൂപയാണ്. എത്ര ആളിതിൽ പങ്കെടുത്താലും അത് പുണ്യമാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والمرسلين وملائكة الله كلهم أجمعين وأصحاب رسول الله صلى الله عليه وسلم كلهم أجمعين وإلى حضرات مشايخنا وأساتذنا وآبائنا وأمهاتنا وجميع المسلمين والمسلمات والمؤمنين والمؤمنات. ربي ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ, ഞങ്ങളെ തല നന്നാക്കി തരണമേ റബ്ബേ, ഞങ്ങൾ നാവ് നന്നായതുപോലെ ഞങ്ങളെ തലി നന്നാക്കണം റബ്ബേ, ഞങ്ങളെ ഹൃദയം നന്നാക്കണമേ റബ്ബേ, ഞങ്ങളെ ഉള്ളും പുറം ശുദ്ധിയാക്കണമേ റബ്ബേ. ഖദ് അഫ്ലഹ മൻ തസക്കാ എന്ന് പറഞ്ഞ ആ തസക്കായിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. ആ വിഭാഗത്തിൽ ഞങ്ങൾ നീ കൂട്ടണമേ റബ്ബേ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, ആ വിഭാഗത്തിൽ ഞങ്ങൾ കൂടിപ്പോകരുതേ പഠിച്ചവനെ. ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹ് നിന്റെ പൊരുത്തം നീ ഞങ്ങൾക്ക് തരണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തെക്കാൾ വലിയതില്ല റബ്ബേ. എൻ്റെ പൊരുത്തം തരണമേ റബ്ബേ. നിന്റെ പൊരുത്തം തരണമേ റബ്ബേ. നിന്റെ പൊരുത്തം തരണമേ റബ്ബേ. നിന്റെ പൊരുത്തം തരണമേ റബ്ബേ. നിന്റെ പൊരുത്തം തരണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കും ഞങ്ങളെ ഉപ്പാക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെയൊക്കെ നീ സ്വാലിഹാക്കണമേ റബ്ബേ. എല്ലാ കഷ്ടപ്പെട്ടവരെയും ജാതി മതഭേദമന്യേ കഷ്ടപ്പെട്ട എല്ലാ മിസ്കിന്മാരുടെയും കഷ്ടപ്പാട് തീർത്തു കൊടുക്കണമേ തമ്പുരാൻ. എല്ലാവരുടെ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാ വീടിലും ഖൈറുണ്ടാകണമേ റബ്ബേ. എല്ലാ വീട്ടിലും റാഹത്തുണ്ടാകണമേ റബ്ബേ. എല്ലാ രോഗികൾക്കും നീ ശിഫ കൊടുക്കുന്നതോടുകൂടെ ഞങ്ങളെ രോഗവും ശിഫയാക്കണമേ റബ്ബേ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗങ്ങളിലും അല്ലാത്തവരും എല്ലാ രോഗികൾക്കും ശിഫ നൽകുന്നതോടുകൂടെ ഞങ്ങൾ രോഗത്തിനും ശിഫ നൽകണമേ റബ്ബേ. എല്ലാ മക്കളെയും അതാത് സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് ആ പെൺകുട്ടികൾക്കൊക്കെ സന്തോഷകരമായ ജീവിതം കൊടുക്കണമേ തമ്പുരാനെ. എല്ലാം ഖൈറാക്കണമേ റബ്ബേ. ഒരു നിയമവും ഞങ്ങൾക്ക് തടസ്സമാകരുതേ റബ്ബേ. എല്ലാ നിയമവും പ്രജകൾക്ക് അനുകൂലമാകണമേ റബ്ബേ. കോടാനക്കോടി മനുഷ്യർ വലിയ ആശങ്കയിലാണ്. ആ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണമേ റബ്ബേ. അതൊന്നൊരു പ്രശ്നമില്ലാത്ത വിധത്തിൽ തന്നെ ആകണമേ തമ്പുരാനെ. അതെല്ലാം നല്ല ഫലവത്തായ, അതിനൊന്നും ആരും ഭയപ്പെടേണ്ടതില്ല എന്നും സർക്കാർ ഈ അടുത്ത ദിവസം പറയുകയുണ്ടായി. അതൊക്കെ ആ ഫലവത്തായ രൂപത്തിൽ തന്നെ ആകണമേ തമ്പുരാനെ. ആ വിഷയത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നീ ഭംഗിയാക്കി തരണമേ തമ്പുരാനെ. എല്ലാ മുസീബത്തിൽ നിന്നും ഈ ഉമ്മത്ത് മുസ്ലിമത്തിനെയും സകല മനുഷ്യരെയും കാത്തിരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹ് ആഖിബത്ത് നന്നായി മുഅ്മിനായി ഞങ്ങളെ മരിപ്പിക്കണമേ റബ്ബേ. ബാക്കിയൊക്കെ നീ സന്തോഷമാക്കണമേ റബ്ബേ. ഖബറിൽ കിടക്കുമ്പോഴും പിന്നെ സിറാത്തിൽ പോകുമ്പോഴും എപ്പോഴത്തെയും നിന്റെ പൊരുത്തം ഞങ്ങളെ പുതിയണമേ റബ്ബേ. അത് ഞങ്ങൾ ദോഷികളാണ് റബ്ബേ. നന്ദി മാപ്പ് ചെയ്ത് പൊരുത്തം തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, നാളത്തോടുകൂടെ റഹ്മത്തിന്റെ 10 തീരാൻ. ഇക്കൊല്ലത്തെ റഹ്മത്ത് കൊടുത്തവരിൽ ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ. ഇക്കൊല്ലത്തെ റഹ്മത്തിന്റെ 10 നീ റഹ്മത്ത് വിധിച്ചവരിൽ ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ. ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ. നാളെ റഹ്മത്തിന്റെ 10 തീരുകയാണ്. ഇക്കൊല്ലം റഹ്മത്ത് നീ വിധിച്ചവരിൽ ഞങ്ങളെയും ചേർക്കണമേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد والآل والأصحاب سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.